കോൺഗ്രസിലെ തരൂർ വിവാദത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സിപിഎമ്മിന്റെ തീവ്ര ശ്രമം. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ശശി തരൂരിന്റെ നിലപാടിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഎം നേതാക്കൾ രംഗത്തെത്തി. ശശി തരൂരിന്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം LDFും സിപിഎമ്മും പലപ്പോഴായി ആവർത്തിക്കുന്ന കാര്യമാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂർ. അദ്ദേഹത്തെ അവഗണിക്കേണ്ടതില്ല എന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സിപിഎം തുടരുന്നതിന്റെ സൂചനയായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. തരൂർ അഭിപ്രായ സ്ഥിരതയുള്ള ആളാണെന്നും കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ച് തരൂർ പറഞ്ഞത് വസ്തുതയാണെന്നുമായിരുന്നു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജന്റെ പ്രതികരണം. ശശി തരൂർ കോൺഗ്രസിന് പേടി സ്വപ്നമാണ്, അദ്ദേഹത്തെ തൊടാൻ സാധിക്കില്ല, അത് ആദ്യം മനസ്സിലാക്കുകയെന്നും കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനും പ്രതികരിച്ചു. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിക്കാൻ എത്തിയതു മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിനകത്തെ ഈ പോർവിളികൾ. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തരൂരിന്റെ പേര് ഏതെങ്കിലും നിലയ്ക്ക് ഹൈക്കമാൻഡിൽ നിന്നും വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സ്ഥിതി എന്നത് ആലോചിച്ച് തലപുണ്ണാക്കി ഉറക്കം കളയുകയാണ് കോൺഗ്രസിലെ മറ്റ് ചില നേതാക്കൾ. വിവരമുള്ള ആർക്കും കോൺഗ്രസിൽ നിൽക്കാനാകില്ല എന്നും AK ബാലൻ പറയുന്നുണ്ട്. പാർട്ടി അടിത്തറ വികസിപ്പിച്ചില്ല എങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നതടക്കമുള്ള തരൂരിന്റെ പരാമർശങ്ങളാണ് വീണ്ടും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. നേതാക്കളുടെ അഭാവവും പാർട്ടിക്ക് തിരിച്ചടി തന്നെയാണ്. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനത്തെക്കുറിച്ച് സ്വതന്ത്രമായി താൻ അഭിപ്രായം പറയുന്നതിന് ജനപിന്തുണയുണ്ട്. കോൺഗ്രസിന് തന്റെ സേവനം വേണ്ട എങ്കിൽ തനിക്ക് മറ്റു വഴികൾ ഉണ്ട് എന്നുമായിരുന്നു ശശി തരൂർ പറഞ്ഞത്. LDF സർക്കാരിന്റെ വ്യവസായ നയത്തെ പുകഴ്ത്തി ലേഖനം എഴുതിയെന്ന വിവാദം കെട്ടടങ്ങും മുൻപേയാണ് പുതിയ പരാമർശങ്ങളുമായി തരൂർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് ശേഷവും തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ കാരണം അടിസ്ഥാനമാക്കി വോട്ടർമാർക്ക് അപ്പുറത്തേക്കുള്ള പിന്തുണ നേടിയെടുക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണത്. തിരുവനന്തപുരത്തെ തന്റെ വിജയം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തരൂരിന്റെ പരാമർശം. കോൺഗ്രസ് ഈ പിന്തുണ ആർജിച്ചില്ല എങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. ദേശീയ സംസ്ഥാന തലങ്ങളിൽ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് 19% മാത്രമാണ്. ഈ വോട്ട് കൊണ്ട് കാര്യങ്ങൾ സുഗമമാകുമോ? കൂടുതൽ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ അധികാരത്തിലേറാൻ സാധിക്കൂ എന്നാണ് തരൂർ വിശദീകരിച്ചത്. പാർട്ടിക്ക് വേണ്ട എങ്കിൽ തനിക്ക് തന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുസ്തകം, പ്രസംഗം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസാരിക്കുന്നതിനുള്ള ക്ഷണം എന്നാണ് തരൂരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇനി CPMന്റെ നിലപാടിലെ വസ്തുത പരിശോധിക്കുമ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശശി തരൂർ എത്തുമ്പോൾ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തരൂരിനെതിരെ വലിയ തരത്തിലുള്ള പ്രകടനങ്ങൾ പോലും നഗരത്തിൽ നടന്നു. ഇതറിഞ്ഞ് രോഷാകുലയായ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായ സോണിയാഗാന്ധി KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തരൂർ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെന്ന്? എല്ലാം ഉടനെ തന്നെ നിർത്തിക്കൊള്ളണമെന്നും അവർ പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ ഹൈക്കമാൻഡിന്റെ നിലപാടറിഞ്ഞ മറ്റൊരു കോൺഗ്രസ് നേതാവ് അന്ന് തരൂരിനെ കുറിച്ച് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. അവസാനം ഹൈക്കമാൻഡിന് തന്നെ ഇയാൾ പാരയാകും, നോക്കിക്കോ എന്ന്. പിന്നീട് ഇപ്പോഴെത്തി നിൽക്കുമ്പോൾ അതെല്ലാം തന്നെ വസ്തുതയും മാറിയിരിക്കുന്നതും കാണാൻ സാധിക്കും. പിണറായിയെയും നരേന്ദ്രമോദിയെയും ഒരേ ശ്വാസത്തിൽ സ്തുതിച്ചു കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന സാധ്യതകൾ കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ശശി തരൂർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ തരൂരുള്ളത്. ദേശീയ തലത്തിൽ ആ വഴി ചെന്ന് അവസാനിക്കുന്നത് BJPയിലേക്കാണെങ്കിൽ സംസ്ഥാന തലത്തിൽ ആ വഴി ചെന്നെത്തിക്കുന്നത് ഇടതുപക്ഷത്തേക്കാണ്. ബുദ്ധിമാന്മാരായ BJP ദേശീയ നേതൃത്വം ഇപ്പോൾ തരൂരിനെ കണ്ട ഭാവം നടിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും അവസ്ഥ അങ്ങനെയല്ല. പിണറായിക്ക് ശേഷം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു നേതാവ് പോലും ഇടതുപക്ഷത്തില്ല. എന്നാൽ ഭരണം നിലനിർത്തുക എന്നത് അവർക്ക് ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ മത്സരിച്ചതോടെ നെഹ്റു കുടുംബത്തിന്റെ ഗുഡ് ബുക്കിൽ നിന്നും താൻ പുറത്തായെന്ന് തരൂരിന് വ്യക്തമായി അറിയാം. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ഇവിടെ നിലയുറപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസിന് പുറത്തേക്കുള്ള വഴികൾ തേടേണ്ടത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയായി മാറുകയായിരുന്നു. ദേശീയ തലത്തിൽ BJPക്ക് ഇപ്പോൾ തന്നെ ആവശ്യമില്ല എന്ന് തരൂരിനറിയാം. ചെന്നാൽ അവർ വേണ്ടെന്ന് പറയില്ല എന്ന് മാത്രം. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. UDF അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് ഉറപ്പില്ല. വന്നില്ലെങ്കിൽ പിന്നെ UDFും ഇല്ല. അതേസമയം ഭരണം നഷ്ടപ്പെടുന്ന കാര്യം ആലോചിക്കാൻ പോലും CPMന് കഴിയില്ല. BJP ആകട്ടെ 9 നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ്. 20ഓളം മണ്ഡലങ്ങളിൽ 30,000-ലധികം വോട്ടുകൾ നേടിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടാണ് BJP നേടിയത്. ഇതിൽ ഇടതിന്റെയും വലതിന്റെയും പരമ്പരാഗത വോട്ടുകളുമുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ തരംഗത്തെ അതിജീവിച്ചേ മതിയാകൂ. അതിന് പറ്റിയ മുഖം ശശി തരൂരുമാണ്. CPM രാഷ്ട്രീയമായി വളരെയേറെ മാറിക്കഴിഞ്ഞു. ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന തലത്തിലേക്ക് അതിനെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിൽ കോൺഗ്രസിനും UDF-നും ഉണ്ടായിരുന്ന ലിബറൽ ഇടങ്ങളിലേക്ക് CPM കടന്നു ചെല്ലുകയുമാണ്. പാർട്ടിയുടെ രാഷ്ട്രീയമല്ല, ഭരണത്തിന്റെ രാഷ്ട്രീയമാണ് CPM-ന് ഇപ്പോൾ പഥ്യം. അതിന് ശശി തരൂരിനെ പോലൊരാൾ കൂടെ ഉണ്ടാകുന്നത് വളരെ നേട്ടമാകുമെന്ന് CPM-ന് നല്ല ധാരണയുമുണ്ട്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം നേതാക്കൾക്കും സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഭരണം കിട്ടുക, മുഖ്യമന്ത്രിയാവുക എന്നതിനപ്പുറത്തേക്കുമുള്ള ദൂരക്കാഴ്ചയൊന്നും തന്നെ അവർക്കില്ല. ശശി തരൂർ ഉയർത്തുന്ന യഥാർത്ഥ വെല്ലുവിളി എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവർ മുതിരുന്നുമില്ല. കേരളത്തിലെ മിഡിൽ ക്ലാസിന്റെയും മതന്യൂനപക്ഷങ്ങളുടെയും പിന്തുണയായിരുന്നു കോൺഗ്രസിനെ പലപ്പോഴും ഭരണത്തിലെത്തിച്ചത്. ഈ പിന്തുണ ഇപ്പോഴുള്ള നേതാവ് ശശി തരൂരാണ്. ഇത് CPM നന്നായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇടതുപക്ഷത്തിന്റെ വ്യവസായ നയത്തെക്കുറിച്ച് കേവലം ഒരു ലേഖനം എഴുതിയതിനാലല്ല അദ്ദേഹത്തെ CPM വട്ടം പിടിച്ചിരിക്കുന്നത്, മറിച്ച് പ്രതിപക്ഷത്തെ കൂട്ടിക്കെട്ടാൻ തന്നെയാണ്. തരൂർ ഉയർത്തുന്ന വെല്ലുവിളി നേരിടുക എന്നത് കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പരസ്പരം പോരടിക്കുന്ന നേതാക്കൾ നയിക്കുന്ന പാർട്ടി എന്ന ചിത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിലുള്ളത്. മികച്ച പ്രതിച്ഛായുള്ള നേതാവ് എന്ന് പറയാനും ഇപ്പോൾ കോൺഗ്രസിൽ ആരും തന്നെയില്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോട് ജൈവികമായ പ്രത്യയശാസ്ത്രപരമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനം ചുളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്നും മാറുകയുമില്ല.